സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ 2025 നവംബർ 2 പള്ളിക്കൂദാശക്കാലം 1-ാം ഞായർ. വിശ്വാസത്തിൻ്റെ വിശുദ്ധ വീഥികൾ. രചന ടോം അലക്സ് വഴുതനപ്പള്ളി. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസമെന്ന് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ നിർവചിക്കപ്പെടുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ വിശുദ്ധ വീഥികളിൽ സഞ്ചരിച്ചവരെയും ഈ ഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്നു. ശ്രേഷ്ഠബലി ദൈവത്തിനർപ്പിച്ച ആബേലും ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഹെനോക്കും വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി ഭയഭക്തിയോടെ പെട്ടകം നിർമ്മിച്ച നോഹയും തനിക്ക് അവകാശമായി കിട്ടിയ സ്ഥലമേതെന്നറിയാതെ അവിടേക്ക് യാത്ര തിരിച്ച അബ്രഹാവും ഒരു ജനതയെ നയിക്കുവാൻ ധൈര്യസമേതം മുന്നോട്ട് വന്ന മോശയും വിശ്വാസത്തിൻ്റെ വിശുദ്ധ വീഥികളിലെ സഞ്ചാരികളാണ്. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായി പുതിയ നിയമത്തിനും വിശ്വാസം അടിസ്ഥാനപ്പെടുത്തി ദൈവാന്വേഷികളായി മാറിയ അനേകരെ നാം കണ്ടുമുട്ടുന്നുണ്ട് സമാന്തര സുവിശേഷങ്ങളിലൂടെ. മത്തായി, മർക്കോസ്, ലൂക്ക സുവിശേഷകന്മാർ ഒരുപോലെ പ്രതിപാദിക്കുന്ന ഭാഗമാണ് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം. യേശുവിനെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്ന പത്രോസിനെ ഈ 3 സുവിശേഷകന്മാരും കൃത്യമായി നമുക്ക് മുൻപിൽ അടയാളപ്പെടുത്തുന്നു. എന്നാൽ മത്തായി സുവിശേഷകൻ മാത്രമാണ് മഹിതപൂർണമായ വിശ്വാസ പ്രഖ്യാപനാന്തരം ഏറെ ഭാരിച്ച ഉത്തരവാദിത്തം പത്രോസിനെ ഏൽപ്പിക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഭയുടെ പ്രഥമ മാർപ്പാപ്പയായി, ഞാൻ സ്ഥാപിക്കാൻ പോകുന്ന സഭയുടെ അടിസ്ഥാന ശിലയായി പത്രോസിന്റെ വിശ്വാസത്തെ കാണുന്ന ഈശോ നമ്മളെയും ക്ഷണിക്കുന്നത് സമാനമായ വിശ്വാസത്തിലേക്ക് കടന്നുവരാൻ തന്നെയാണ്. കേസറിയ ഫിലിപ്പി പ്രദേശം. ചരിത്രപരമായി ബഹുദൈവ ആരാധനകളുടെ നാടായ കേസറിയ ഫിലിപ്പി ദേശത്ത് എത്തിയപ്പോഴാണ് യേശു ആ ചോദ്യം തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്. പ്രശസ്ത ബൈബിൾ പണ്ഡിതനായ ബിഷപ്പ് ബാരൻ ഇതുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന ഒരു നിരീക്ഷണം അടിസ്ഥാനപരമായി സഭയ്ക്കേറെ പ്രാധാന്യമുള്ള ഒരു നിമിഷമായിരുന്നു അവിടെ സംഭവിച്ചത് എന്നാണ്. ലോകവും ലോകരും തന്നെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നതിനേക്കാൾ തന്റെ ശിഷ്യർ തന്നെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നായിരുന്നു യേശുവിന് പ്രധാനമായിരുന്നത്. വ്യക്തിപരമായ ഒരു പറച്ചിൽ, വ്യക്തിപരമായ ഒരു ഏറ്റുപറച്ചിൽ, അതാണ് അവിടുന്ന് ആഗ്രഹിച്ചതും. ലോകത്തിന്റെ ഭാഷയിലും നിർവചനങ്ങളിലും യേശു പല വിശേഷണങ്ങളാൽ അറിയപ്പെട്ടേക്കാം. എന്നാൽ മുഖ്യമായത് യേശു എനിക്കാരെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അപ്രകാരം ഒരു കണ്ടെത്തലാണ് പത്രോസ് പങ്കുവയ്ക്കുന്നത്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരത്തിലൂടെ പത്രോസ് ജീവനുള്ള ദൈവത്തെയും അവിടുത്തെ പുത്രനായ ക്രിസ്തുവിനെയും ഏറ്റുപറയുന്നു. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷ പ്രാപിക്കുമെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്. ജോയ് ഓഫ് ഗോസ്പൽ എന്ന ചാക്രിക ലേഖനത്തിൽ ബെനഡിക്ട് 16-ാമൻ പാപ്പയും സമാനമായ ഒരു ആശയം പങ്കുവയ്ക്കുന്നു. ദ ജോയ് ഓഫ് ഗോസ്പൽ ഫിൽസ് ഹാർട്ട്സ് ആൻഡ് ലൈവ്സ് ഓഫ് ഓൾ ഹു എൻകൗണ്ടേഴ്സ് ജീസസ്. നിലനിൽക്കുന്ന വിശ്വാസം ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗങ്ങളും അവയവങ്ങളുമായി മനുഷ്യരെ അടയാളപ്പെടുത്തിക്കൊണ്ട് പൗലോസ്ലിഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിലനിൽക്കുന്ന 3 കാര്യങ്ങളിൽ ഒന്നായി വിശ്വാസത്തെ വിശേഷിപ്പിക്കുന്നു. സഭാഗാത്രത്തിലെ ഉത്തരവാദിത്തപൂർണമായ ശുശ്രൂഷകൾ നിർവഹിക്കാനുള്ള ക്ഷണവും സ്ലീഹ നമുക്ക് നൽകുന്നുണ്ട്. മാമോദീസ വഴി സഭാസന്താനങ്ങളായി തീർന്നിരിക്കുന്ന നാം ഓരോരുത്തരും ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം വിശ്വാസ വീഥികളിലൂടെ സഞ്ചരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതാണ്. ഈ അടുത്ത നാളുകളിലൊന്നിൽ ലയോ 14-ാമൻ മാർപ്പാപ്പ ജൂബിലി ഓഡിയൻസിനോട് പറഞ്ഞത് ഫെയ്ത്ത് ഓഫ് ഇറ്റ്സ് സിമ്പിൾ പീപ്പിൾ ഗൈഡ്സ് ചർച്ച് എന്നാണ്. സഭയെ നയിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ വിശ്വാസമാണ്. സ്ഥാപന നാളുകൾ മുതൽ ഇന്നോളം സഭ നേരിട്ട പാഷാണ്ഡതകളെയും ശീഷ്മകളെയും ഇതര പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഉപോദ്ബലകമായി തീർന്നത് സഭാമക്കളുടെ തീക്ഷ്ണമായ വിശ്വാസമാണ്. കാലാകാലങ്ങളിൽ അപ്രകാരം വിശ്വാസം ഉറക്കെ ഘോഷിക്കുവാൻ ദൈവത്താൽ നിയുക്തരായവർ വിശ്വാസ വളർച്ചയ്ക്ക് രാസത്വരകങ്ങളാവുകയും ചെയ്തു. പത്രോസിന്റെ വിശ്വാസവും സഭയുടെ അടിത്തറയും. പത്രോസിന്റെ ഏറ്റുപറച്ചിലിൽ പ്രകടമാകുന്നത് ഉറപ്പുള്ള ആ വിശ്വാസത്തിന്മേലാണ് യേശു തന്റെ സഭയെ സ്ഥാപിക്കാൻ തയ്യാറായത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് പത്രോസ് ഏറ്റുപറയുന്നതും ഉറച്ച ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ്. കുടുംബങ്ങൾ പകർന്നു നൽകേണ്ട വിശ്വാസം. ഫ്രാൻസിസ് പാപ്പ തന്റെ വിശ്വാസത്തിന്റെ ബാലപാഠങ്ങളുടെ ഉറവിടം തന്റെ മുത്തശ്ശിയാണെന്ന് ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. ജീവിത മാതൃകകളാണ് വിശ്വാസത്തിന് അടിത്തറവാകേണ്ടത്. ഈ അർത്ഥത്തിൽ കുടുംബങ്ങൾ തന്നെയാണ് വിശ്വാസ വളർച്ചയെ സഹായിക്കുന്ന ഏറ്റവും ബലവത്തായ കണ്ണികൾ. ഹൗ പ്രഷ്യസ് ഇസ് ദ ഫാമിലി ആസ് പ്രിവിലേജ് പ്ലേസ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ഇറ്റ് ഫെയ്ത്ത് എന്നാണ് ഫ്രാൻസിസ് പാപ്പായുടെ ഇക്കാര്യത്തിലുള്ള കാഴ്ചപ്പാട്. സഭയുടെ പ്രഥമ തലവനായ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപന മാതൃകയ്ക്ക് നമ്മുടെ കുടുംബങ്ങളും ഇന്ന് വേദികളാവണം.
എന്നതിൽ തർക്കമില്ല. കുടുംബ പ്രാർത്ഥനകളും കൂദാശകളുടെ സ്വീകരണവും ദീപബലികളിലുള്ള സജീവ പങ്കാളിത്തവും വിശ്വാസത്തിന്റെ വേരുബലം വർദ്ധിപ്പിക്കാൻ നമ്മെ സഹായിക്കും. തിരിച്ചറിവിന്റെ മേഖലകൾ. കലുഷിതമായ ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസവും ചേർന്നുള്ളവയും കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന കാലം. അർത്ഥസത്യങ്ങളും അസത്യങ്ങളും കൊണ്ട് വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവരുടെ സംഖ്യ പെരുകി വരുന്ന സമയം. അനിയന്ത്രിതമായ സാമൂഹിക മാധ്യമ പങ്കുവയ്ക്കലുകളിലൂടെ പുതുതലമുറയുടെ വിശ്വാസത്തിൽ മായം ചേർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളെ ജാഗ്രതയോടെ നോക്കിക്കാണണമെന്നത് കാലഘട്ടത്തിന്റെ മുന്നറിയിപ്പും. വിശ്വാസപൂർവ്വം സമാഗമ കൂടാരം തീർത്ത മോശയെ പുറപ്പാടിന്റെ പുസ്തകത്തിൽ നാം കാണുന്നു. കർത്താവിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന കൂടാരയാത്രയ്ക്ക് പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും കർത്താവ് കാവലൊരുക്കിയത് ഇന്നുകളുടെ ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷ പകരുന്നതാണ്. യേശു എനിക്ക് ആരെന്ന തിരിച്ചറിവിൽ നിന്ന് ഉത്ഭുതമാകുന്ന വിശ്വാസത്തിന്റെ ഉറപ്പുള്ള പാറകളിലാവട്ടെ നമ്മുടെ തുടർഗമനങ്ങൾ. ആ ഗമനപഥങ്ങളിൽ പ്രകാശം മിന്നിക്കാൻ കർത്താവിന്റെ കൃപ നമ്മോടൊപ്പം ഉണ്ടാവും. നീതിയുടെ കിരീടം. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ പ്രതിപാദ്യമാകുന്ന ഭാഗമാണ് നീതിയുടെ കിരീടം. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ പ്രതിപാദ്യമാകുന്ന ഭാഗമാണ് നീതിയുടെ കിരീടം. ഈ ലോക ജീവിതത്തിൽ നന്നായി പൊരുതുകയും വിശ്വാസം കാത്തുസൂക്ഷിക്കുകയും ചെയ്തവർക്കായി നീതിപൂർവ്വം വിധിക്കുന്ന കർത്താവ് ഒരുക്കിയിരിക്കുന്ന നീതിയുടെ കിരീടം. സകല മരിച്ചവരെയും സവിശേഷമാംവിധം ഓർക്കുന്ന ഈ ദിവസം നമുക്ക് അവർക്കായി പ്രാർത്ഥിക്കാം. ഒപ്പം ജീവിക്കുന്ന ഇന്നുകളിൽ വിശ്വാസം സംരക്ഷിക്കാൻ നമുക്കും ജാഗ്രതയുള്ളവരായിരിക്കാം.